അസ്സലാമുഅലൈക്കും. സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ. എൻ്റെ യഥാർത്ഥ പേര് ഇവിടെ പറയുവാൻ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. കാരണം യാചന എന്നത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള കാരണം. ഉപ്പയും ഉമ്മയും വിവാഹപ്രായമെത്തിയ എൻ്റെ സഹോദരിയും അടങ്ങുന്ന മഹലിലെ ഏറ്റവും നിർധരായ കുടുംബമാണ് എൻ്റേത്. ഈ വരുന്ന 2016 ഡിസംബർ 31 എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിൽ മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയം മൂലം എൻ്റെ വിവാഹത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞവർ പോലും കൈയൊഴിഞ്ഞു. മഹലിലെ പണക്കാരുടെ വീട്ടുകളിൽ ഉപ്പയും ഉമ്മയും ചെന്ന് കൈനീട്ടിയപ്പോൾ ഇല്ലായ്മയുടെ കഥകൾ പറഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ തിരിച്ചയച്ചു. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും തോരാത്ത കണ്ണീരാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊരു അഭ്യർത്ഥന ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, എന്നെ സ്വന്തം സഹോദരിയായി കണ്ട് വിവാഹത്തിന് വേണ്ടി സഹായിക്കണം. എനിക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. എൻ്റെ മാതാപിതാക്കൾ ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടരുതെന്ന നെയ്യത്ത് മാത്രമുള്ളൂ എൻ്റെ മനസ്സിൽ. എൻ്റെ വിവാഹം മുടങ്ങിയ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ മാതാപിതാക്കളുടെ നമ്പർ ഞാൻ പറയാം: 7550466658. എന്നെ കൈവിടില്ലെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. കാരുണ്യവാനായ അള്ളാഹു നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കപ്പെടട്ടെ. അസ്സലാമുഅലൈക്കും. സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ.